ഇതുവരെ മനസ്സിലായില്ലേ? ഇതുവരെ മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്നും കൂടി പറയണോ? ആദ്യം തൊട്ട് ഇന്നലെ അന്ന് എടുത്തതിന്റെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി പറയണോ? ഒന്നും കൂടി പറഞ്ഞു. ശരി. നമ്മൾ പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ, അത് സെൽ ഓർഗനൽസ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിലെ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞില്ലേ? റൈബോസോം, മൈറ്റോകോൺട്രിയോൺ, അതുപോലെ ന്യൂക്ലിയസ്. അതെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? മൈറ്റോകോൺട്രിയൻ ആയിരുന്നില്ലേ? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നൊക്കെ പറഞ്ഞു. എനർജി സ്റ്റോർ ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ മൈറ്റോകോൺട്രിയൻ ആണ്. ഏറ്റവും കൂടുതൽ ലിവർ, ബ്രെയിനില്, മസിൽസിലൊക്കെ കാണപ്പെടുക എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓർമ്മയില്ലേ? അത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. ഇനി അടുത്ത എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം പറഞ്ഞു അല്ലെ? അതെന്താ പറഞ്ഞു? പാസേജ് ആണ്, സെല്ലിലെ ഒരു വഴി പോലെയാണ്. അതുപോലെ മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് സഹായിക്കുന്നത് പറഞ്ഞു. കോശാസ്ഥികൂടമാണെന്നൊക്കെ പറഞ്ഞില്ലേ? സൈറ്റോസ്കെലിട്ടൺ. നമ്മുടെ ശരീരത്തിൽ അസ്ഥികൂടം ഉള്ളതുപോലെ സെല്ലിന്റെ ശരീരത്തിൽ ഒരു അസ്ഥികൂടമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണ് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? പിന്നെ റൈബോസോം പറഞ്ഞു, പ്രോട്ടീൻ സിന്തസിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് റൈബോസോം ആണ്. അത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനോട് ചേർന്ന് കാണും, അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കാണും എന്ന് പറഞ്ഞു റൈബോസോം. പിന്നെ നമ്മൾ പറഞ്ഞത് വാക്യൂൾ ആണ്. വാക്യൂൾ കവർ ചെയ്തിട്ട്, ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് വാക്യൂള്. അതിനുള്ളില് വാട്ടറും സോൾട്ടും അതുപോലെ അതിനാവശ്യമായത് സെല്ലില് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെയാണ് എന്തിൽ സ്റ്റോർ ചെയ്യുക? വാക്യൂളിൽ സ്റ്റോർ ചെയ്യുക. മനസ്സിലായോ? വാക്യൂള് ഒരു മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതായത് വാക്യൂളിന് ചുറ്റും, നമ്മളിപ്പോ ഒരു സെല്ലിന് ചുറ്റും സെൽ മെംബ്രെയിൻ ഇല്ലേ? സെല്ലിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട് ഇല്ലേ? അതുപോലെ വാക്യൂളിനെ ചുറ്റിയിട്ടുള്ള മെംബ്രെയിൻ ആണ്. അത് വാക്യൂളിനും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അത് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ മെംബ്രെയിൻ ഉള്ളത് വാക്യൂളിന് ചുറ്റും. അതാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന മെംബ്രെയിൻ. ഈ വാക്യൂളിന് ഉള്ളിലപ്പോ എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക? അതായത് സെല്ലിന് ആവശ്യമില്ലാത്ത, അതായത് വാട്ടർ, അതുപോലെ സോൾട്ട്, സെല്ലിന് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെയാണ് ഈ ഒരു വാക്യൂളിൽ ഉണ്ടാവുക. ഓക്കെ. ഇനി നമ്മൾ ഗോൾഗി കോംപ്ലക്സ് ആണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്നത്, അതായത് സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന എൻസൈമുകള്, ഹോർമോണുകള്, മ്യൂക്കസ്. നമ്മൾ പറഞ്ഞില്ലേ മ്യൂക്കസ് എന്നിട്ട് നമ്മുടെ കുടലിന്റെ ഉള്ളിലെ ഉൾഭാഗത്തും ഒക്കെ ഉണ്ടാവുന്നതാണ് മ്യൂക്കസ് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പൊ എൻസൈമും ഹോർമോണും മ്യൂക്കസും ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു സെഞ്ചികൾ പോലെ ഉണ്ടാവും. അതായത് ആ ചിത്രത്തിൽ നമുക്ക് കാണാലോ, കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട്. അതായത് അതിന്റെ അത് ഉണ്ടാക്കുന്ന, അതായത് ഈ സെല്ല് ഉണ്ടാക്കുന്ന എൻസൈമുകള്, ഹോർമോണുകള്, അതുപോലെ മ്യൂക്കസ്, ഇതെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സെഞ്ചിയിലാക്കി വെക്കുന്നതാണ് ഗോൾഗി കോംപ്ലക്സിന്റെ പണി. അതായത് ഏറ്റവും കൂടുതൽ ഗോൾഗി കോംപ്ലക്സ് ഉണ്ടാവുക ഞാൻ പറഞ്ഞു ഗ്ലാൻഡുലർ സെൽ എന്ന് പറയും. അതായത് മ്യൂക്കസ് ഉണ്ടാക്കുന്ന സെല്ലിലാണ് കൂടുതലായിട്ടും ഗോൾഗി കോംപ്ലക്സ് കാണുക എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും സെൽ ഓർഗനൽസ് പഠിപ്പിച്ചത് മനസ്സിലായോ? മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് നമ്മൾ ഇത്ര നേരവും പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മൈക്രോസ്കോപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അറിയില്ലേ? നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രമൊക്കെ ഉണ്ട് തുടക്കത്തില്, കണ്ടില്ലേ? അതില് ഉണ്ട്. ആ അടയാളപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭാഗങ്ങളൊക്കെ. ആ അതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ആ ഓക്കെ. ആ ഉം. പക്ഷെ ആ മൈക്രോസ്കോപ്പിന് നമ്മളൊരു സാധനം മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വലുതായിട്ട് കാണാനാണല്ലോ മൈക്രോസ്കോപ്പിൽ വെക്കുന്നത്, അല്ലേ? ആ ആ പക്ഷെ അതിന്റെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ വെച്ചിട്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് വലുതായിട്ട് കാണാം. പക്ഷെ ഏറ്റവും ചെറിയ ചെറിയ സംഭവങ്ങൾ, അതായത് ഇപ്പോ ഈ കോശം എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ മൈറ്റോകോൺട്രിയോൺ, അതുപോലെ റൈബോസോം എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ആ സാധനമൊക്കെ, അതായത് ആ റൈബോസോമും അതുപോലെ മൈറ്റോകോൺട്രിയനും ഉള്ളിൽ എന്താണ് എന്ന് കാണാൻ നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് സാധിക്കില്ല. മനസ്സിലായോ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് സെല്ലിനെ കാണാം, അതിന്റെ സെല്ലിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള സെൽ ഓർഗനൽസ് ഇല്ലേ, അതായത് മൈറ്റോകോൺട്രിയോൺ, റൈബോസോം, ഇതൊക്കെ സെല്ലിന്റെ ഉള്ളിലല്ലേ? ആ അല്ലേ? സെല്ലിനുള്ളിലുള്ളതല്ലേ ഇതൊക്കെ? ആ അപ്പൊ ഇതൊക്കെ കാണണമെങ്കിൽ അതായത് ആ സെല്ലിന്റെ ഉള്ളിലെ മൈറ്റോകോൺട്രിയോണും റൈബോസോമും അതിന്റെയൊക്കെ, അതായത് റൈബോസോമിന്റെ ഒക്കെ ഉള്ളിൽ എന്താണ്, അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയന്റെ ഒക്കെ ഉള്ളിൽ എന്താണ്, അതിന്റെ സ്ട്രക്ചർ ഒക്കെ എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പോരാ. അപ്പൊ പിന്നീട് കണ്ടുപിടിച്ചൊരു മൈക്രോസ്കോപ്പ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ആ ചിത്രം കണ്ടില്ലേ? കാണാൻ പറ്റില്ലേ ചിത്രം? ആ അതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോ സാധാ നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് 2000 മടങ്ങ്, അതായത് ഒരു സംഭവം ഒരു സെൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിന് 2000 മടങ്ങ് വലിപ്പത്തിൽ കാണിക്കാൻ പറ്റും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന മൈക്രോസ്കോപ്പിന്. പക്ഷേ അതില് നമ്മൾ എന്താ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? ലൈറ്റ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ താഴെ ഒരു മിറർ ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഓർമ്മയില്ലേ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ചിത്രം ഓർമ്മയില്ലേ? ഉണ്ട്. ടെക്സ്റ്റ് നോക്ക്. അതിലൊരു ഉണ്ട്. ഒരു മിറർ ഒക്കെ ഇല്ലേ? താഴെയായിട്ടൊരു മിറർ ഉണ്ട്. കാണുന്നുണ്ടോ? അത് കണ്ടിട്ടുണ്ട്. ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൽ ലൈറ്റ് വീണിട്ട് റിഫ്ലക്ട് ചെയ്ത് ലൈറ്റ് വരുന്നത് എവിടേക്കാണ്, നമ്മളിങ്ങനെ നോക്കുന്ന ആ സ്ഥലത്തേക്ക്. അതായത് എവിടെയാണോ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് അതിലേക്കാണ് ലൈറ്റ് വരിക. അത് ഈ ഗ്ലാസ്, അതായത് ഈ മിററിലൂടെയാണ് വരിക. അതായത് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് നോക്കിക്കൊണ്ടിരുന്നത് സാധനം. അതായത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നമ്മൾ ആ ലൈറ്റ് ഉപയോഗിച്ചിട്ട്, അതായത് മിററിൽ തട്ടിയിട്ട്, സൺലൈറ്റ് മിററിൽ തട്ടി അത് നേരെ വരുന്നത് എവിടെയാണ്, നമ്മൾ ഈ സംഭവം വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക്. അതായത് എന്താണോ ഒബ്ജക്റ്റ് നമ്മൾ നോക്കുന്നത് ആ ഭാഗത്തേക്ക് ലൈറ്റ് വരും. അപ്പൊ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? ലൈറ്റ് ആണ് ഉപയോഗിച്ചത്. ഇത് മനസ്സിലായോ പറഞ്ഞത്? നമ്മളൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് വസ്തുക്കളെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റ് ആണ്. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഇലക്ട്രോണുകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്താണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിച്ചത് ലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഒരുപാട് മടങ്ങ് മില്യൺ ടൈംസ് ആണ് എന്ത് ചെയ്യുക, ഇത് വലുതാക്കി കാണിക്കുക. അതായത് കോശത്തിന്റെ ഉള്ളിലെ റൈബോസോം ഉണ്ടല്ലോ, ആ റൈബോസോമിന്റെ ഉള്ളിലെ കാര്യങ്ങൾ വരെ നമുക്ക് കാണിച്ചു തരാൻ ഈ ഒരു, അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സഹായിക്കും. അതായത് മില്യൺ ടൈംസ് അതിനെ മാഗ്നിഫൈ ചെയ്യും. അതായത് സൂം ചെയ്ത് നമുക്ക് അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സഹായിക്കും. പക്ഷെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് അത്രയ്ക്കും അങ്ങോട്ട് ഒരുപാട് മാഗ്നിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ? അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനാണ് കൂടുതലും മാഗ്നിഫിക്കേഷനുള്ള കഴിവ് കൂടുതലുള്ളത്. അതായത് ഒരുപാട് സൂം ചെയ്ത് ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നന്നായി കാണിച്ചു തരുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെയും കാട്ടിലും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. അത്ര മനസ്സിലാക്കിയാൽ മതി ഇവിടെ. അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. അത് ഞാൻ അടുത്തതിൽ ചെയ്തു തന്നിട്ടുണ്ട്. അതായത് ഇതാണ് ഇപ്പൊ എക്സാമിന് ചോദിക്കുക മെയിൻ ആയിട്ട്. എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടില്ലേ ചിത്രം?
കണ്ടു. ആ അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു വസ്തുവിനെ നോക്കാൻ നമ്മൾ ഈ സ്റ്റേജ് എന്ന് പറയുന്ന ഈ സ്ഥലത്തല്ലേ വസ്തുവിനെ വെക്കുക. സ്റ്റേജ് എന്ന് പറയുന്ന അറിയില്ലേ ആ സ്ഥലം? അറിയാം. ആ ഈ ഭാഗത്ത് ഇതാണ്ട ഞാൻ നീലമായിട്ട് വരച്ചിട്ടില്ല. ഇതാ നീല വേണ്ട, മഞ്ഞയാക്കാം. ആ ആ അപ്പൊ അവിടെ കാണുന്നില്ലേ? ആ അവിടെയല്ലേ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുക. ഒരു വസ്തുവിനെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വസ്തുവിനെ വെക്കുക എവിടെയാണ്? അവിടെ എവിടെ? ആ സ്ഥലത്തിന്റെ പേരെന്താ? സ്റ്റേജ്. സ്റ്റേജ്. സ്റ്റേജിലാണ് നമ്മൾ വെക്കുക. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ സ്റ്റേജിലാണ് നമ്മൾ എന്ത് വെക്കുക? ഒരു വസ്തുവിനെ നോക്കാൻ സ്റ്റേജിൽ വെക്കും. അപ്പൊ നമ്മൾ ലൈറ്റ്, അതായത് ഈ താഴത്തെ ഈ ലൈറ്റ് വന്നിട്ട് ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് പതിക്കുമ്പോഴാണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് കാണുക. നോക്കുമ്പോ ഐ പീസിലൂടെയല്ലേ നമ്മൾ നോക്കുക. ഐ പീസ് എന്ന് പറയുന്ന ഭാഗത്തിലൂടെയല്ലേ നമ്മൾ നോക്കുക. അപ്പൊ ഐ പീസിലൂടെ നോക്കുമ്പോൾ അതെ. നമുക്ക് സ്റ്റേജിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ കാണുന്നത് ലൈറ്റ് ഉപയോഗിച്ചിട്ട്. ലൈറ്റ് ഇവിടെ നിന്ന് വരുമ്പോഴാണ് നമുക്ക് സ്റ്റേജിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ കാണുക. പക്ഷെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അങ്ങനെയല്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺ ആണ്. അത്രയാണ് വ്യത്യാസം. അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് നമ്മളിപ്പോ എന്താണ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ വാഴന്റെ വേരാണ് എടുത്തിരിക്കുന്നത്. വാഴന്റെ വേരെടുത്തു. അത് ചെറിയ ചെറിയ എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ മൈക്രോസ്കോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? ആ വീഡിയോ എനിക്ക് കിട്ടിയില്ലേ, ഇനി സ്കൂളിൽ നിന്ന് എടുത്തിരുന്നു. എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ പറഞ്ഞില്ലേ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് മൈക്രോസ്കോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുക എന്നുള്ളത്? സ്റ്റെയിൻ ഒക്കെ കൊടുത്ത് അതൊക്കെ പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചു. അപ്പോ അതായത് ഇപ്പൊ വാഴന്റെ വേരാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനുള്ളിലത്തെ അത് കറക്റ്റ് ആയിട്ട് അതിന് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ ഇലക്ട്രോണുകളാണ്. പക്ഷെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ്? നമ്മൾ ലൈറ്റ് വെച്ചിട്ടാണ്. ഒന്നില്ലെങ്കിൽ അവിടെ മിറർ കാണാൻ പറ്റും. ആ മിററിലൂടെ സൺലൈറ്റ്, സൂര്യപ്രകാശം തട്ടിയിട്ട് അത് സ്റ്റേജിലേക്ക് പതിക്കുന്നു. അങ്ങനെ സ്റ്റേജിലേക്ക് വരുമ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന ഇപ്പൊ വാഴന്റെ വേരാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചം തട്ടും. അപ്പൊ നമ്മൾ ഐ പീസിലൂടെ നോക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നല്ല അതില് വൃത്തിയായിട്ട് കാണാൻ പറ്റും ആ ഒരു സെല്ലിനെ. മനസ്സിലായോ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ. പക്ഷെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്താ ഉപയോഗിക്കണത്? ഇലക്ട്രോൺ. ഇലക്ട്രോൺ. അത്രേ വ്യത്യാസമുള്ളൂ. അതാണ് ആദ്യത്തെ വ്യത്യാസം. പിന്നെ രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ ഉള്ളിലത്തെ ഒരുപാട് കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അതിൽ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അതായത് ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള റൈബോസോമും മൈറ്റോകോൺട്രിയോന്റെ ഉള്ളിൽ വരെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് കാണാൻ പറ്റും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ. അതായത് അതിന്റെ റെസൊല്യൂഷൻ എന്നാണ് പറയാ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന് അത്രയും എന്തായിരിക്കും ക്ലാരിറ്റി ഉണ്ടാവും. ആ ഒരു ഇമേജിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതായത് ഹയർ റെസൊല്യൂഷൻ ഇമേജസ് എന്ന് പറയും. അതാണ്, അതായത് ഇത് പഠിച്ചു വെച്ചാൽ മതി. അതായത് ഏറ്റവും കൂടുതൽ ഹയർ ആയിട്ടുള്ള റെസൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. ലെസ് റെസൊല്യൂഷൻ ആയിരിക്കും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, അല്ലെങ്കിൽ ലെസ് മാഗ്നിഫിക്കേഷൻ പവർ എന്ന് വേണമെങ്കിൽ എഴുതാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ഹൈ മാഗ്നിഫിക്കേഷൻ പവർ ആയിരിക്കും, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ലെസ് മാഗ്നിഫിക്കേഷൻ പവർ ആയിരിക്കും. ഇത് മനസ്സിലായ? ഇത് 2 പോയിന്റ് ക്ലിയർ അല്ലേ? അപ്പൊ ഡിഫറൻസ്, അതിന്റെ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റില്ലേ? ഈ 2 പോയിന്റേ ഉള്ളൂ. ഓക്കെ. ഇനി ന്യൂക്ലിയസ്. ന്യൂക്ലിയസും സെല്ലിന്റെ ഉള്ളിലുള്ളതല്ലേ? ന്യൂക്ലിയസ് സെല്ലിന്റെ ഏറ്റവും സെന്ററിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലെ?
സെന്ററിലാണ് ന്യൂക്ലിയസ് ഉണ്ടാവുക. ആ അപ്പൊ ഈ ന്യൂക്ലിയസ് ഒരുപാട് കാര്യങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. സെല്ലിനുള്ളിലുള്ള കുറേ സെൽ ഓർഗനുകളില്ലേ, അതായത് റൈബോസോം, മൈറ്റോകോൺട്രിയോൺ, ഗോൾഗി കോംപ്ലക്സ്, ഇതെല്ലാം എന്താണ്, സെൽ ഓർഗനൽസ് ആണ്. സെല്ലിന്റെ ഉള്ളിലുള്ള സെൽ ഓർഗനൽസ് എന്ന് പറയും. അതാണ്. അപ്പൊ ഇതിനെയൊക്കെ എന്ത് ചെയ്യണം, നിയന്ത്രിക്കുന്നത് ആരാ അറിയോ? ഈ ന്യൂക്ലിയസ് ആണ്. ഇതിനെല്ലാം നിയന്ത്രിച്ച് നിർത്തുന്നത് ന്യൂക്ലിയസ് ആണ്. ഓക്കെ. അതേപോലെ പ്രോട്ടീൻ ഉണ്ടാക്കല് പറഞ്ഞില്ലേ, റൈബോസോം ആണ് പ്രോട്ടീൻ ഒക്കെ ഉണ്ടാക്കുക എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഓർമ്മയില്ലേ? അപ്പൊ ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ഒക്കെ നിയന്ത്രിക്കുന്നത് ഒക്കെ എന്താണ്, ഈ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ ഒരു ഭാഗമുണ്ട്, നമ്മൾ പഠിക്കും, ക്രോമാറ്റിൻ റെട്ടിക്കുലം എന്ന് പറഞ്ഞ ഭാഗം. ആ ഭാഗത്തിലുള്ള ജീനുകൾ എന്ന് പറയും, അതാണ് നിയന്ത്രിക്കുന്നത്. പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആര് പറയണം? ന്യൂക്ലിയസ് ആണ്. നമ്മുടെ കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടാക്കുന്നതിനെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോശത്തിലെ തന്നെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ്. എല്ലാം നിയന്ത്രിച്ച് നിർത്തുന്ന ഒരാളാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസിനെ, പ്രോട്ടീന്റെ നിർമ്മാണത്തിനെ നിയന്ത്രിക്കുന്നു. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലായോ? പ്രോട്ടീന്റെ സിന്തസിസിനെ നിയന്ത്രിക്കുന്ന ആളാണ് ന്യൂക്ലിയസ്. അത് മനസ്സിലായില്ലേ? ഇനി നോക്കിക്കോ, ഭാഗങ്ങൾ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയസിൽ പല ഭാഗങ്ങളുണ്ട്. ന്യൂക്ലിയസിൽ നീ നോക്കുന്ന സമയത്ത് ന്യൂക്ലിയസിൽ പുറമേ ആയിട്ടൊരു എന്തുണ്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വാക്യൂളിന് ചുറ്റും എന്തുണ്ട്, ഒരു മെംബ്രെയിൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പേരെന്താ, എന്തായിരുന്നു? എന്തായിരുന്നു? ഓർമ്മയില്ല? ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് ആയിരുന്നു. അതുപോലെ നമുക്കറിയാം സെല്ലിന്റെ പുറത്ത് സെൽ മെംബ്രെയിൻ ഉണ്ട് എന്നറിയാം. അതുപോലെ മൈറ്റോകോൺട്രിയയുടെ പുറത്ത് മെംബ്രെയിൻ ഉണ്ട്. അത് വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അങ്ങനെ എല്ലാത്തിന്റെ പുറത്തും, എല്ലാത്തിനും, ഇപ്പൊ ഗോൾഗി കോംപ്ലക്സിനും ഒരു മെംബ്രെയിൻ ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും മെംബ്രെയിൻ ഉണ്ട്. അതേപോലെ ന്യൂക്ലിയസിനും എന്തുണ്ട്, ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിന് ഒരു കവറിങ് ഉണ്ട്. അതിന്റെ പേരാണ് ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയും. ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതില്ലേ, കൊടുത്തിട്ടുണ്ടല്ലോ ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ എൻവലപ്പ് എന്നാണോ? എന്താ ടെക്സ്റ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ന്യൂക്ലിയർ എൻവലപ്പ് എന്നായിരിക്കില്ല, ന്യൂക്ലിയർ മെംബ്രെയിനോ? ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ന്യൂക്ലിയർ എൻവലപ്പ് എന്നും പറയാം, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നും പറയാം. നീ ന്യൂക്ലിയർ മെംബ്രെയിൻ പഠിച്ചോ? ടെക്സ്റ്റിൽ അത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, അത് പഠിച്ചാൽ മതി. അപ്പൊ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്, അതിന് ചുറ്റും എന്തുണ്ട്, ഈ ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂ കളറിൽ ഇങ്ങനെ കാണുന്നില്ലേ, അതിന് ചുറ്റും. ഒരു മിനിറ്റ്, ഞാൻ യെല്ലോ കളർ കൊണ്ട് വരയ്ക്കുന്നത് കാണണല്ലേ? ഇത് കണ്ടോ, ഞാൻ ഇപ്പൊ വരച്ചത് കണ്ടോ? ആ ബ്ലൂ കളർ, അതാണ് എന്ത്, അതിന് ചുറ്റുമുള്ള സംഭവമാണ് എന്ത് പറയുന്നത്, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയർ മെംബ്രെയിൻ. പിന്നെ അതിന്റെ ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഇടയിൽ ഓട്ടകൾ കാണുന്നുണ്ടാ? ഓട്ടകൾ കാണുന്നില്ലേ? ഇടയിൽ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലേ? അതിനെയാണ് ന്യൂക്ലിയർ പോർ എന്ന് പറയാ. ന്യൂക്ലിയർ പോർ, ഓട്ടകൾ കാണുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പോർ എന്ന് പറയാ. ഇനി ന്യൂക്ലിയസിൽ തന്നെ ഒരു ചെറിയൊരു കളറിൽ റൗണ്ട് ഒരു ഷേപ്പിൽ ഒരു സംഭവം കണ്ടില്ലേ ന്യൂക്ലിയസിനുള്ളില്? കുറച്ച് ഡാർക്ക് ബ്ലൂ ആയിട്ട് കൊടുത്തിട്ടില്ലേ? അതിനെന്ത് പറയും? ന്യൂക്ലിയോളസ്. ന്യൂക്ലിയോളസ് എന്നാണ് അതിനെ പറയാ.
അതായത് ന്യൂക്ലിയസിന് ആ ചുറ്റും അതിന് മെംബ്രെയിന് പറയുന്ന പേര് ന്യൂക്ലിയർ മെംബ്രെയിൻ. അതിൽ ന്യൂക്ലിയർ മെംബ്രെയിനിൽ കുറെ ഓട്ടകളായിട്ട് കാണപ്പെടുന്നുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിനിൽ കുറെ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഉണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയർ പോർ എന്ന് പറയും. ഈ ന്യൂക്ലിയസിന് ഉള്ളിൽ സെൻട്രൽ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഒരു എന്താ പറയുക സ്പിറിക്കൽ ബോഡി എന്ന് പറയും. ഇത് ഒരു ബോൾ ഷേപ്പിലാണ് അല്ലെ, ബോൾ പോലെയാണ് അത് കാണപ്പെടുന്നത്. അതുകൊണ്ട് അതിന് ന്യൂക്ലിയോളസ് എന്ന് പറയും. പിന്നെ അതിൽ കുറെ ത്രെഡ് പോലെ കാണുന്നില്ലേ, കുറെ നൂലുകൾ പോലെ കാണുന്നില്ലേ, ആ നൂല് നൂല് പോലെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഞാൻ മഞ്ഞയിൽ വരയ്ക്കണില്ലേ, ആ അങ്ങനെ ആ നൂല് നൂല് പോലെ പോലെ ഇങ്ങനെയുള്ളതാണ്. അതിനെയാണ് എന്ത് പറയാ, ക്രോമാറ്റിൻ റെട്ടിക്യുലം. എന്താ പറയാ, ക്രോമാറ്റിൻ റെറ്റിക്കുലം. ക്രോമാറ്റിൻ റെട്ടിക്കുലം. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഹോളുകൾ ഉണ്ട്. ഇവിടെ ഹോൾ ഉണ്ട്. ആ ഹോളിന് ന്യൂക്ലിയർ പോർ എന്ന് പറയും. ഇവിടെ ഇങ്ങനെ ത്രെഡ് പോലെ ഇങ്ങനെ കിടക്കുന്നതിന് ക്രോമാറ്റിൻ എന്ന് പറയും. ഇവിടെ കാണപ്പെടുന്ന ഈ സർക്കിൾ, ഇതാണ് നമ്മൾ ന്യൂക്ലിയോളസ് എന്ന് പറയാ. പിന്നെ ഈ ക്രോമാറ്റിൻ റെട്ടിക്കുലം കിടക്കുന്നില്ലേ, ഈ ത്രെഡ് കിടക്കുന്നുണ്ടല്ലോ, ആ സ്ഥലമാണ് എന്ത്, ന്യൂക്ലിയോപ്ലാസം. നമ്മൾ സൈറ്റോപ്ലാസം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ അതായത് ഒരു സെല്ലിന് സൈറ്റോപ്ലാസം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ന്യൂക്ലിയസിനും ഉണ്ട് ഒരു പ്ലാസം. അതാണ് ന്യൂക്ലിയർ. ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. ന്യൂക്ലിയോ പ്ലാസത്തിലാണ് എന്തുള്ളത്, ഈ ക്രോമാറ്റിൻ റെട്ടിക്കുലവും ന്യൂക്ലിയോളസ് ഒക്കെ കിടക്കുന്നത് ആ ന്യൂക്ലിയോപ്ലാസത്തിലാണ്. ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലായോ? ന്യൂക്ലിയസിന് എന്തെല്ലാം ഭാഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ ന്യൂക്ലിയർ പോർ ഉണ്ട്, ഇങ്ങനെ ത്രെഡ് പോലുള്ള ക്രോമാറ്റിൻ റെട്ടിക്കുലം ഉണ്ട്. ആ ക്രോമാറ്റിൻ റെട്ടിക്കുലത്തിലാണ് ജീനുകൾ ഉള്ളത്. എന്താണ് ജീന് എന്നുള്ളതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ക്രോമാറ്റിൻ റെട്ടിക്കുലം, അതിൽ ജീനുകൾ ഉണ്ട്. അത് നാരുകൾ പോലെ അല്ലെങ്കിൽ ത്രെഡുകൾ പോലെ ന്യൂക്ലിയോപ്ലാസത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതുപോലെ ന്യൂക്ലിയോളസ് എന്ന് പറയുന്ന സ്പിയർ ലൈക്ക് ബോഡി, അതായത് ബോള് പോലെയാണ് ഇരിക്കുന്നത്, അത് ന്യൂക്ലിയസിലുണ്ട്. അതിനെ ന്യൂക്ലിയോളസ് എന്ന് പറയും. അതേപോലെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു മെംബ്രെയിൻ ഉണ്ട്, അത് ന്യൂക്ലിയർ മെംബ്രെയിൻ. അതിൽ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ട്, അതിനെ നമ്മൾ ന്യൂക്ലിയർ പോർ എന്ന് പറയും. പിന്നെന്താണ്, ന്യൂക്ലിയോപ്ലാസം. ഈ ക്രോമാറ്റിൻ റെട്ടിക്കുലവും അതുപോലെ ന്യൂക്ലിയോളസും ഒക്കെ കിടക്കുന്നത് ഈ ന്യൂക്ലിയോപ്ലാസത്തിലാണ്. മനസ്സിലായില്ലേ? ഇത്ര ഭാഗങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി എന്താണ് പ്രോകാരിയോട്ട്, എന്താണ് യൂകാരിയോട്ട് എന്നുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. എന്താണ് പ്രോകാരിയോട്സ് എന്ന് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ന്യൂക്ലിയസിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളുണ്ട്. ഓക്കെ, ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികൾ ഉണ്ട്. അവരുടെ സെല്ലില് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ സെല്ലിൽ എന്താണ്, ന്യൂക്ലിയസ് ഉണ്ട്, വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷെ ചില ജീവികളുടെ സെല്ലുകളില്, കോശങ്ങളില് വ്യക്തമായിട്ട്, അതായത് ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോളസും അതുപോലെ ക്രോമാറ്റിൻ റെട്ടിക്കുലും ഇതൊന്നും ഉണ്ടാവില്ല, ന്യൂക്ലിയസേ ഉണ്ടാവില്ല ചില ജീവികളില്. അത് ഏതൊക്കെയാണെന്ന് അറിയോ? ബാക്ടീരിയ. അതുപോലെ ബാക്ടീരിയന്റെ തന്നെ പല വിധമാണ്. സയാനോ ബാക്ടീരിയ എന്ന് പറയുന്നത്, മൈക്കോപ്ലാസ്മ, ഇതൊക്കെ ബാക്ടീരിയന്റെ ഇതിൽ വരുന്നത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ബാക്ടീരിയസിലൊന്നും എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല. അതിന്റെ സെല്ലില് ന്യൂക്ലിയസ് ഇല്ല. അങ്ങനെ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോകാരിയോട്സ്. എന്താ വിളിക്കുക? പ്രോകാരിയോട്സ്. പ്രോകാരിയോട്സ്. എന്തുകൊണ്ട് അവർ പ്രോകാരിയോട്സ് എന്ന് വിളിക്കുന്നത്? ബാക്ടീരിയ. ബാക്ടീരിയനെയൊക്കെയാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് വിളിക്കുന്നത് പ്രോകാരിയോട്സ് എന്ന്? ഞാനിപ്പോ പറഞ്ഞല്ലോ എന്തിനാ വിളിക്കുന്നതെന്ന്. അതിന്റെ സെല്ലിൽ എന്തില്ല? മൈക്കോപ്ലാസം. അതിന്റെ സെല്ലില് ന്യൂക്ലിയസ് ഇല്ല. അതായത് നമ്മളിപ്പോ ന്യൂക്ലിയസിനെ പറ്റിയല്ലേ പഠിച്ചത്?
ന്യൂക്ലിയസിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് പറ നോക്കട്ടെ. ന്യൂക്ലിയസിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ന്യൂക്ലിയസിന്റെ ആ ഏതൊക്കെയായിരുന്നു ഭാഗങ്ങൾ? ന്യൂക്ലിയസിന്റെ ഭാഗങ്ങളിൽ ന്യൂക്ലിയർ മെംബ്രെയിന്, ആ ന്യൂക്ലിയോസ്, ന്യൂക്ലിയോറസ്, ന്യൂക്ലിയോളസ്. ന്യൂക്ലിയർ പോർ, ആ ന്യൂക്ലിയോപ്ലാസം, ആ ക്രോമാറ്റിൻ റെറ്റിക്കുലം. ആ ഓക്കെ. ഇതൊക്കെയാണ് ഭാഗങ്ങൾ അല്ലേ? അപ്പൊ ന്യൂക്ലിയസ് നമ്മുടെ ശരീരത്തില് നമ്മുടെ സെല്ലുകളിലൊക്കെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെയാണ് എന്ത് പറയാ? പ്രോകാരിയോട്സ് എന്ന് പറയാ. അതിന് എന്തുണ്ടാവില്ല? സെല്ലില് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളതാണ്. അതിനാണ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് മൈക്കോപ്ലാസ്മ, സയാനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയും. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. സയാനോ ബാക്ടീരിയക്കും അതുപോലെ മൈക്കോപ്ലാസ്മ എന്നൊക്കെ പറയുന്ന ബാക്ടീരിയ, അതിനൊന്നും എന്തില്ല? അതിന്റെ സെല്ലിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ല. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? പ്രോകാരിയോട്സ്. പ്രോകാരിയോട്സ്. വെരി ഗുഡ്. അത് അത്രേ പറഞ്ഞുള്ളൂ. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളാണ് പ്രോകാരിയോട്സ്. അതിന് ന്യൂക്ലിയസ് സെല്ലിൽ ഉണ്ടാവില്ല. അപ്പൊ ന്യൂക്ലിയസ് അതിന്റെ സെല്ലിൽ ഉണ്ടാവില്ല. ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെയാണ് പ്രോകാരിയോട്സ് എന്ന് പറയുക. എക്സാമ്പിൾ ആണ് സയാനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. മനസ്സിലായോ? എത്ര മനസ്സിലായോ? ഇനി യൂകാരിയോട്സ്. അപ്പൊ യൂകാരിയോട്സ് എന്തായിരിക്കും? പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ന്യൂക്ലിയസ് ഉണ്ടാവും. അതിന് ന്യൂക്ലിയസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത് പ്രോകാരിയോട്സിന് ന്യൂക്ലിയസ് ഇല്ല അതിന്റെ സെല്ലില്. അപ്പൊ യൂകാരിയോട്സിന് എന്തുണ്ടാവും? നല്ല പോലെ ന്യൂക്ലിയസ് അതിൽ വൃത്തിയായിട്ട് കാണും. അപ്പൊ നമ്മളുടെ അനിമൽസ്, അതായത് അനിമൽസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മളും ഉണ്ടാവും അതില്. അപ്പോ അനിമൽസിലും പ്ലാന്റ്സിലും, നമ്മൾ പ്ലാന്റ് സെല്ല് പഠിച്ചപ്പോ അതിൽ ന്യൂക്ലിയസ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടാവും. അതെ, പ്ലാന്റ്സിലും അനിമൽസിലും എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ എന്താ പറയാ? യൂകാരിയോട്സ് എന്നാണ് പറയുക. എന്താണ് പറയാ? യൂകാരിയോട്സ്. പിന്നെ ഒരു എക്സാമ്പിൾ അമീബ എന്ന് പറയും. അമീബ, അതുപോലെ പ്ലാന്റ്സ്, അനിമൽസ്, ഇതിലൊക്കെ എന്താണ്? യൂകാരിയോട്സ് ആണ്. അതിനെയൊക്കെ പറയുന്ന യൂകാരിയോട്സ് ആണ്. കാരണം അതിന്റെ സെല്ലില് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ന്യൂക്ലിയസ് ഉള്ളതിനെ യൂകാരിയോട്സ് എന്ന് പറയും. ന്യൂക്ലിയസ് ഇല്ലാത്തതിനെ പ്രോകാരിയോട്സ് എന്നാണ് പറയുക. ഇത് ഓക്കെ ആയില്ലേ? അപ്പൊ ന്യൂക്ലിയസിന്റെ ഭാഗങ്ങൾ മനസ്സിലായി, യൂകാരിയോട്സ് എന്താന്ന് മനസ്സിലായി, പ്രോകാരിയോട്സ് എന്താന്ന് മനസ്സിലായി. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള മെംബ്രെയിൻ ഏതാണ്? മെംബ്രെയിനോ? ന്യൂക്ലിയസിന്റെ മെംബ്രെയിൻ എന്തായിരുന്നു? ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ. അതില് ന്യൂക്ലിയർ മെംബ്രെയിനിൽ ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? അതിന്റെ പേരെന്താ? എന്തായിരുന്നു? ന്യൂക്ലിയർ മെംബ്രെയിന് ചുറ്റും ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ആ ചിത്രം ന്യൂക്ലിയർ പോർ. പിന്നെ കുറച്ച് ത്രെഡ് പോലെ, അതില് കുറെ ഇങ്ങനെ വലകൾ പോലെയൊക്കെ ഇങ്ങനെ നൂലുകൾ പോലെ കിടക്കുന്നുണ്ട്. ക്രോമാറ്റിൻ റെറ്റിക്കുലം. വെരി ഗുഡ്. പിന്നെ ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം, ന്യൂക്ലിയോളസ് ഒക്കെ ഏതിലെ കിടക്കുന്നത്? മെംബ്രെയിൻ അല്ല, ഇത് ഏതില്? എന്തോ ഒരു പ്ലാസം എന്ന് പറഞ്ഞു. ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിലാണ് ഈ ന്യൂക്ലിയോളസും അതേപോലെ ക്രോമാറ്റിൻ റെറ്റിക്കുലം, ആ ഒരു ത്രെഡ് പോലെ എന്ന് പറഞ്ഞില്ലേ, ഒരു നാര് പോലെ ഇങ്ങനെ കിടക്കുന്നത്, അതിനെയാണ് നമ്മൾ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറഞ്ഞത്. അത് രണ്ടും ഈ ന്യൂക്ലിയോപ്ലാസത്തിലാണ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ന്യൂക്ലിയസിന്റെ ഭാഗങ്ങൾ മനസ്സിലായി. പ്രോകാരിയോട്ട്, യൂകാരിയോട്ട് മനസ്സിലായി.
ഇതിലുണ്ട് സൈറ്റോപ്ലാസവും പ്രോട്ടോപ്ലാസവും എന്താണെന്ന്. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, സെല്ലില് ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയാം. ന്യൂക്ലിയസ് നമ്മൾ ന്യൂക്ലിയസിനെ മാറ്റി നിർത്തി. ന്യൂക്ലിയസിനെ മാറ്റി ബാക്കി സെല്ലിലുള്ള എല്ലാ ഭാഗങ്ങളും, അതിനാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയാം. ഓക്കെ. അത് ഈ സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അപ്പോ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോപ്ലാസത്തില് ക്രോമാറ്റിൻ റെട്ടിക്കുലം ഉണ്ട്, ന്യൂക്ലിയോളസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു സെല്ല് എടുത്തു, നമ്മളിപ്പോ പ്ലാന്റ് സെല്ല് പഠിച്ചു. അപ്പൊ അതിനുള്ളില് സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു അതില്? സൈറ്റോപ്ലാസത്തില് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? എന്തെല്ലാം സെൽ ഓർഗനൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? നമ്മൾ എന്തൊക്കെ പഠിച്ച്, എന്തൊക്കെ സെൽ ഓർഗനൽസ് പഠിച്ച്? ഓർമ്മയില്ല? അറിയാം, നമ്മൾ സൈറ്റോപ്ലാസത്തില് കുറെ സെൽ ഓർഗനലുകൾ ഉണ്ടാവും എന്നൊക്കെ പഠിച്ചല്ലോ. നമ്മൾ സെൽ ഓർഗനൽസിനെ പറ്റി പഠിച്ചല്ലോ. എന്തൊക്കെ പഠിച്ചു? ഏതൊക്കെ സെൽ ഓർഗനൽസാ പഠിച്ചത്? മൈറ്റോകോൺട്രിയോൺ, മൈറ്റോകോൺട്രിയോണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസം, വാക്യൂള്, ഗോൾഗി കോംപ്ലക്സ്. വെരി ഗുഡ്. ഇതൊക്കെ ഉണ്ടാവും. ഇതെല്ലാം കിടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ഒരു സെല്ലില് സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഒരു ജെല്ലി പോലെ ഒരു സബ്സ്റ്റന്റ് ആണ്. അതിലാണ് ഇതെല്ലാം കിടക്കുന്നത്. ഈ എല്ലാ സെൽ ഓർഗനലുകളും, അതായത് മൈറ്റോകോൺട്രിയനും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവും വാക്യൂളും, ഇതെല്ലാം കിടക്കുന്നത് എവിടെയാണ്? ഈ സൈറ്റോപ്ലാസത്തിലാണ്. സെല്ലിനുള്ളില് ഉള്ള സൈറ്റോപ്ലാസത്തിലാണ് കിടക്കുക. അപ്പോ ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗം, സെല്ലിനുള്ളിലെ ഭാഗത്തിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയാ. മനസ്സിലായോ? ന്യൂക്ലിയസിനെ നമ്മൾ മാറ്റി നിർത്തി, ന്യൂക്ലിയസിനെ കൂട്ടില്ല. ന്യൂക്ലിയസ് ഒഴികെയുള്ള ബാക്കി സെല്ലിനുള്ളിലെ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? സൈറ്റോപ്ലാസം. 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 അതായത് സൈറ്റോപ്ലാസം ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിങ് ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസ് ഒഴികെയുള്ള സെല്ലിലെ ഭാഗത്തിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുക. ഈ സൈറ്റോപ്ലാസത്തിലാണ് എന്തുണ്ടാവുക? സെൽ ഓർഗനലുകള്. സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മൈറ്റോകോൺട്രിയോൺ, റൈബോസോം, വാക്യൂൾ, ഗോൾഗി കോംപ്ലക്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതെല്ലാം എവിടെയാണ്? ഈ സൈറ്റോപ്ലാസത്തിലാണ് കിടക്കുക. അത് മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ സൈറ്റോപ്ലാസം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ലേ പറയാൻ? സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? മോട്ടോക്ലോറിൻ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസം, വാക്യൂള്. അതെ, വെരി ഗുഡ്. അതൊക്കെ ആയിരിക്കും സൈറ്റോപ്ലാസത്തിൽ ഉണ്ടാവുക. അത്ര മനസ്സിലാക്കിയാൽ മതി. സെല്ലിനുള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസത്തില് ഇതെല്ലാം ഉണ്ടാവും. മൈറ്റോകോൺട്രിയോണും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലും ഗോൾഗി കോംപ്ലക്സും വാക്യൂളും എല്ലാം ഉണ്ടാവും. ഇനി പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ഒരു വാക്കും കൂടി പഠിക്കാനുണ്ട്. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടി പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. സൈറ്റോപ്ലാസവും അതുപോലെ ന്യൂക്ലിയസിനും കൂടി ചേർത്തിട്ട് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയും. ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ അതിന് വെറും സൈറ്റോപ്ലാസം എന്ന് പറയും. ന്യൂക്ലിയസും കൂടി ചേർത്തി പറയുകയാണെങ്കിൽ എന്ത് പറയും? ഇത് സൈറ്റോപ്ലാസവും അതിനുള്ളിൽ ന്യൂക്ലിയസും, അതും കൂടി ചേർത്തി പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. മനസ്സിലായോ? സെല്ലിനുള്ളില് നമ്മൾ സെല്ലിന് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞ? സെല്ലിന് ഒരു മെംബ്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അത് ഏതായിരുന്നു? സെൽ മെംബ്രെയിൻ. അതായത് സെല്ലിന് പൊതിഞ്ഞിട്ട് സെൽ മെംബ്രെയിൻ ഉണ്ട്. ആ സെൽ മെംബ്രെയിൻ ഉള്ളിലാണ് സൈറ്റോപ്ലാസവും അതുപോലെ ന്യൂക്ലിയസും ഉള്ളത്. അപ്പൊ ആ ന്യൂക്ലിയസും അതേപോലെ തന്നെ സൈറ്റോപ്ലാസവും കൂടിയാണ്, സെൽ മെംബ്രെയിൻ ഉള്ളിലെ ന്യൂക്ലിയസും അതുപോലെ സൈറ്റോപ്ലാസത്തിനെ നമ്മൾ കൂടി പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ഇനി ന്യൂക്ലിയസിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് സൈറ്റോപ്ലാസം മാത്രമാണ് എടുക്കുന്നത്. അതായത് ആ സൈറ്റോപ്ലാസം, അത് ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ അത് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയും. ന്യൂക്ലിയസിനെ ഒരുമിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ പേര് പ്രോട്ടോപ്ലാസം ആണ്. മനസ്സിലായോ അത്? മനസ്സിലായി. അപ്പൊ എന്താ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞ?
ഈ സൈറ്റോപ്ലാസം ന്യൂക്ലിയസും കൂടി കൂടിച്ചേരുമ്പോഴാണ് പ്രോട്ടോപ്ലാസം പറയുന്നത്. വെരി ഗുഡ്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ അതിന് വെറും സൈറ്റോപ്ലാസം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ ഓക്കെ അല്ലേ? ആ ഇനി പ്ലാസ്റ്റിഡുകൾ എന്ന് പറയും. അതായത് നമ്മള് പ്ലാന്റ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്. അതായത് ഇപ്പം നമ്മൾ മൈറ്റോകോൺട്രിയ, അതുപോലെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ അതേപോലെ തന്നെ സെല്ലിനുള്ളിലുള്ള വേറൊരു സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാന്റ് സെല്ലിൽ മാത്രം ഉണ്ടാവുള്ളൂ, നമ്മുടെ മനുഷ്യനിൽ ഉണ്ടാവില്ല. അപ്പൊ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്ന സംഭവം 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലേ ക്ലോറോപ്ലാസ്റ്റ്? ഇല്ല, അവിടെ എത്തിയിട്ടില്ല. ഓക്കെ. അപ്പൊ പ്ലാസ്റ്റിഡില് വരുന്ന ഒന്നാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിഡ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്ത്? പ്ലാസ്റ്റിഡ് എന്ന് പറയുന്ന സെൽ ഓർഗനല്. അപ്പൊ നമ്മൾ മൈറ്റോകോൺട്രിയ, അതേപോലെ തന്നെ വാക്യൂള് ഒക്കെ പഠിച്ച പോലെ തന്നെ പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന വേറൊരു സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡുകൾ. പ്ലാസ്റ്റിഡുകൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ ആദ്യത്തെ പഠിക്കാൻ പോകുന്നു ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്താ അറിയോ ചെയ്യാ? ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ? ഇപ്പൊ നീ നോക്കിയോ, ചിത്രത്തിൽ കാണുന്നുണ്ട് പപ്പായ, അതുപോലെ മാംഗോ ഒക്കെയാണ് അതിൽ കാണുന്നത് അല്ലേ? ചിത്രത്തിൽ കണ്ട ഫസ്റ്റ് ചിത്രം, അതിലെന്താണുള്ളത്? പപ്പായി, മാംഗോ അല്ലേ? അതിലെന്താ കളറ്? യെല്ലോ. അപ്പൊ ഈ യെല്ലോ കളർ എവിടെ നിന്നായിരിക്കും കിട്ടിയത് എന്ന് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? യെല്ലോ കളർ എവിടെ നിന്നായിരിക്കും ഈ ഒരു ഇതിന്, ഫ്രൂട്ട്സിനും അതുപോലെ ഈ ഒരു വെജിറ്റബിൾസിനൊക്കെ എങ്ങനെയായിരിക്കും യെല്ലോ കളർ കിട്ടുക എന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ലേ? അതിന് കാരണം പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്, അതായത് ഈ പ്ലാന്റ്സിൽ മാത്രമുള്ള ഒന്നാണ് പ്ലാസ്റ്റിഡുകൾ. അതിന്റെ സെല്ലിൽ ഈ പ്ലാസ്റ്റിഡ് ഉണ്ട്. അതായത് അതിൽ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയും. നമ്മൾ ഫസ്റ്റത്തെ പഠിക്കുന്ന പ്ലാസ്റ്റിഡ് ആണ് ക്രോമോപ്ലാസ്റ്റ്. അതായത് ക്രോമോപ്ലാസ്റ്റിൽ വരുന്ന ഒന്നാണ് സാന്തോഫിൽ. എന്താണ്? സാന്തോഫിൽ. അതായത് പ്ലാസ്റ്റിഡുകളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്. 3ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിഡുകളിനെ. ഇനി പ്ലാസ്റ്റിഡില് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നതിൽ വരുന്നതാണ്, അതിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. സാന്തോഫിൽ, കാരോട്ടിൻ, ആന്തോസയാനിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെയാണ് സാന്തോഫിൽ എന്ന് പറയുന്നത്. ക്രോമോപ്ലാസ്റ്റിലെ ആദ്യത്തെയാണ് സാന്തോഫില്. ഈ സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് യെല്ലോ കളർ, അതായത് ചെടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ അതായത് പഴങ്ങൾക്ക്, പച്ചക്കറികൾക്ക്, ഇലകൾക്ക് ഒക്കെ മഞ്ഞ നിറം കൊടുക്കുന്നത് സാന്തോഫിലാണ്. ഇപ്പൊ ഈ കൊഴിഞ്ഞു വീണ ഇലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിന് പച്ച കളറായിരിക്കും. കൊഴിഞ്ഞു താഴെ വീണ ഇലകൾക്ക് എന്തായിരിക്കും കളറ്? ഒരു കളർ അങ്ങനെ പ്രത്യേകിച്ചുണ്ടാവില്ല, എന്താ ഒക്കെ ഉണ്ടാവില്ല. ചില അതായത് കൊഴിഞ്ഞു വീണ ചില ഇലകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ കളറൊക്കെ കാണാൻ പറ്റും. ചിലതിൽ അങ്ങനെ ഉണ്ടാവും, ചിലത് മറ്റേ കളറില്ലാതൊക്കെ പോകും. അപ്പൊ യെല്ലോ കളറൊക്കെ കാണുന്നതിന് കാരണം ഈ സാന്തോഫിൽ ഉള്ളത് കൊണ്ടാണ്. അതായത് അതിന്റെ ഇലയില് ഏറ്റവും കൂടുതൽ, അതായത് ഇലകൾ എന്ന് പറയുമ്പോൾ അതിൽ കോശങ്ങൾ ഉണ്ടാവുമല്ലോ, സെല്ലുകൾ ഉണ്ടാവുമല്ലോ ഇലയില്. ആ സെല്ലിന്റെ ഉള്ളില് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്ന, അതായത് ക്രോമോപ്ലാസ്റ്റ് പ്ലാസ്റ്റിഡ് ഉണ്ട്. അതിൽ സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണുക. സാന്തോഫിൽ കൂടുതലുള്ളത് കൊണ്ടാണ് യെല്ലോ കളർ കൂടുതലായത്. അങ്ങനെ, അതായത് ഇപ്പൊ പപ്പായ എന്ന് പറയുന്നതും അല്ലെങ്കിൽ മാംഗോയിലൊക്കെ അതിന്റെ സെല്ലുകളില് ഈ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിഡ് ആയിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് അത് യെല്ലോ കളർ കൂടുതൽ കാണിക്കുന്നത്. മനസ്സിലായോ? അതായത് പ്ലാസ്റ്റിഡുകളെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്,
ക്ലോറോപ്ലാസ്റ്റ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ആ ക്രോമോപ്ലാസ്റ്റിൽ വരുന്നതാണ് സാന്തോഫിൽ പിഗ്മെന്റ്. അത് മഞ്ഞ നിറം നൽകുന്നു. ഇനി അടുത്ത് നോക്ക്, കാരോട്ടിൻ. അതിൽ എന്താ ചിത്രം കാണിച്ചിരിക്കുന്നത്? ഓറഞ്ച് കളറിലെ ക്യാരറ്റ്. ആ, ഒരു യെല്ലോ ഓറഞ്ച്. നല്ല ഓറഞ്ച് ആണോ ചോദിച്ചാ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് അല്ല, എന്നാലും അതിന് ഒരു യെല്ലോ ഓറഞ്ച് നിറം അല്ലേ? അങ്ങനെയല്ലേ ക്യാരറ്റ് ഉള്ളത്? ആ ആ, അപ്പൊ ക്യാരറ്റിനൊക്കെ ഈ കളർ കൊടുക്കുന്നത് എന്താണ്? കാരോട്ടിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. കാരോട്ടിൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ആ എന്താ പറയാ ഈ ഒരു ക്യാരറ്റിനൊക്കെ ഈ നിറം ഉള്ളത്. അതുപോലെ ആന്തോസയാനിൻ എന്ന് പറയുന്ന വേറൊരു പിഗ്മെന്റ് ഉണ്ട്. ആന്തോസയാനിൻ എന്ന് പറയുന്നത് പർപ്പിള് അല്ലെങ്കിൽ റെഡ് കളർ കൊടുക്കും. ആപ്പിളിനൊക്കെ നല്ല റെഡ് കളർ അല്ലേ ആപ്പിൾ? ആ, അതുപോലെ പ്ലംസ് കഴിച്ചിട്ടുണ്ടോ നീ? പ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുമല്ലോ, ആ ചിത്രത്തിൽ കണ്ട പ്ലംസ്. അതുപോലെ ആപ്പിള്, ഇതിനൊക്കെ ഒരു എന്താണ് നല്ല റെഡ് കളർ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഞാവൽപ്പഴം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ, ഞാവൽപ്പഴം. അതിന് നല്ല പർപ്പിൾ കളർ അല്ലേ? ആണ്. ആ, അതിനൊക്കെ നിറം കൊടുക്കുന്നത് ആന്തോസയാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. അത് ഈ എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ മനുഷ്യര് പർപ്പിൾ നിറവും അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് നിറമൊക്കെ ഉണ്ടാവും? ഇല്ലല്ലോ. നമുക്ക് ഇങ്ങനെ നിറമൊക്കെ ഉണ്ടാവും? ഇല്ല. അപ്പൊ നമ്മുടെ കോശത്തിൽ എന്തില്ല? നമ്മുടെ സെല്ലിൽ എന്തില്ല? പ്ലാസ്റ്റിഡുകളില്ല. പ്ലാസ്റ്റിഡുകളില്ല. അപ്പൊ എന്തില് മാത്രമേ ഉള്ളൂ? പ്ലാന്റ്സിൽ മാത്രമേ എന്തുള്ളൂ? പ്ലാസ്റ്റിഡുകൾ ഉള്ളൂ. അല്ലെങ്കിൽ ഈ സാന്തോഫില്, കാരോട്ടിൻ, ആന്തോസയാനിൻ എന്നൊക്കെ പറയുന്ന പിഗ്മെന്റുകളൊക്കെ എന്തിലുള്ളൂ? ഈ പ്ലാന്റ്സിലേ ഉള്ളൂ. ഓക്കെ, അത് മനസ്സിലായോ? അപ്പൊ പ്ലാസ്റ്റിഡിനെ നമ്മൾ ആദ്യമായിട്ട് അതിനെ എന്താണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയും. ആ ക്രോമോപ്ലാസ്റ്റിൽ വരുന്നതാണ് സാന്തോഫിലും കാരോട്ടിനും ആന്തോസയാനിനും. 3 മനസ്സിലായില്ലേ? എന്തൊക്കെ നിറമാണത് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കി വെക്കണം. സാന്തോഫിൽ ഒരു മഞ്ഞ നിറമാണ്, കാരോട്ടിൻ ഒരു യെല്ലോ ഓറഞ്ച്, ഒരു മഞ്ഞ കലർന്ന ഒരു ഓറഞ്ച് നിറമാണ്. ആന്തോസയാനിൻ ആണെങ്കിൽ ഒരു പർപ്പിൾ, ഒരു വയലറ്റ് ചുവന്ന നിറം, ഒരു പർപ്പിൾ റെഡ് കളർ ആയിരിക്കും. ഇത് മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ എന്തിന്റെ ഇതിലാ പറഞ്ഞത് നമ്മളിത്? ഇത് എന്താ? ഇത് ഈ 3 എന്താണ്? സാന്തോഫിലും കാരോട്ടിനും ആന്തോസയാനൊക്കെ എന്താണ്? പ്ലാസ്റ്റിഡ്സ് ആണ്. അത് ക്രോമോപ്ലാസ്റ്റുകളാണ്. പ്ലാസ്റ്റിഡ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 തരമാണെന്ന് പറഞ്ഞു. ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്, അതുപോലെ ക്ലോറോപ്ലാസ്റ്റ്. അതിൽ നമ്മൾ ക്രോമോപ്ലാസ്റ്റിന്റെ ഇതിൽ വരുന്നതാണ് സാന്തോഫിൽ, കാരോട്ടിൻ, ആന്തോസയാനിൻ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് പ്ലാസ്റ്റിഡിന്റെ രണ്ടാമത്തെ ഡിവിഷൻ ആണ് ക്ലോറോപ്ലാസ്റ്റ്. നമ്മൾ ആദ്യം ക്രോമോപ്ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞു. ഇനി ക്ലോറോപ്ലാസ്റ്റുകളാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, അറിയുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? സൂര്യപ്രകാശത്തിൽ നിന്നും ലൈറ്റിനെ സ്വീകരിച്ചിട്ട് ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെന്റ്, ഈ ക്ലോറോപ്ലാസ്റ്റുകളിലാണ് എന്തുള്ളത്? ക്ലോറോഫില്ല് കേട്ടിട്ടില്ലേ? ക്ലോറോഫിൽ, ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന ക്ലോറോഫിൽ. ഈ ക്ലോറോഫിൽ എവിടെയാണുള്ളത്? ക്ലോറോപ്ലാസ്റ്റിലാണ് ഉള്ളത്. ഈ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലാണ് ക്ലോറോഫിൽ ഉള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ ഗ്രാനയിലാണ് ഉള്ളത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് പിന്നീട് ക്ലാസ് നമുക്ക് ഉണ്ട്, അതിനെപ്പറ്റി പഠിക്കാനൊക്കെ ഉണ്ട്. ഇനി പഠിക്കാൻ വരും. ഓക്കെ, ഇനി നിങ്ങൾ 9th തോന്നുന്നു, നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഇനി വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കും. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, ക്ലോറോപ്ലാസ്റ്റിനുള്ളിലാണ് ക്ലോറോഫിൽ ഉള്ളത്. ഓക്കെ, എവിടെയാണ് ക്ലോറോഫിൽ ഉള്ളത്? ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ. ക്ലോറോപ്ലാസ്റ്റിനുള്ളില് ക്ലോറോഫിൽ ഉണ്ട്. ആ ക്ലോറോഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ക്ലോറോഫിലിന്റെ സഹായത്തോടു കൂടി സൂര്യപ്രകാശത്തിനെ അതായത് വലിച്ചെടുത്ത് ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. അതിന് സഹായിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇത് ഫോട്ടോസിന്തസിസ് എന്താണെന്ന് അറിയില്ലേ? ഫോട്ടോസിന്തസിസ് കേട്ടിട്ടില്ലേ?
ആ ചെടികൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് അല്ലെ? ആ സൂര്യപ്രകാശത്തിന് വലിച്ചെടുക്കുന്നു. ആ സൂര്യപ്രകാശം എന്തിന്റെ സഹായത്തോടുകൂടി വലിച്ചെടുക്കും? ക്ലോറോഫിൽ, അതായത് ക്ലോറോപ്ലാസ്റ്റിലുള്ള ക്ലോറോഫിലിന്റെ സഹായത്തോടു കൂടി സൂര്യപ്രകാശത്തിനെ വലിച്ചെടുത്ത് ഫോട്ടോസിന്തസിസ് നടത്തുന്നു. അതിനാണ് ക്ലോറോപ്ലാസ്റ്റ് സഹായിക്കുന്നത്. അതിലുള്ള ക്ലോറോഫിൽ പിഗ്മെന്റുകൾ, ആ ക്ലോറോഫിൽ പിഗ്മെന്റുകളാണ് ഈ ലൈറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. അതുപോലെ ക്ലോറോഫിൽ ആണ് അതായത് ചെടികൾക്കൊക്കെ പച്ച നിറം നൽകുന്നത്. ഇപ്പൊ നമ്മൾ ആന്തോസയാനിനും സാന്തോഫിലൊക്കെ പറഞ്ഞു മഞ്ഞ നിറം നൽകുന്നു എന്നൊക്കെ. അതേപോലെ ക്ലോറോഫിൽ ആണ്, അതായത് ക്ലോറോപ്ലാസ്റ്റിനുള്ളിലുള്ള ക്ലോറോഫിൽ പിഗ്മെന്റുകളാണ് അതിന് പച്ച നിറം നൽകുന്നത്. ചെടികൾക്കൊക്കെ പച്ച നിറം നൽകാൻ കാരണം എന്താണ്? ഇപ്പോ ചെടികൾക്കൊക്കെ പച്ച നിറത്തിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് ഏതാണ്? ഫോട്ടോ ഏതാണ്? ഞാൻ ഇപ്പൊ പറഞ്ഞില്ലുള്ളൂ, ക്ലോറോഫിൽ. ആ, ക്ലോറോഫിൽ ആണ് ചെടികൾക്കൊക്കെ പച്ച നിറം നൽകാൻ കാരണം. അപ്പൊ ഈ ക്ലോറോഫിൽ എവിടെയാണ് ഉണ്ടായിരുന്നത്? ക്ലോറോഫിലോ? ആ, ക്ലോറോഫിൽ എവിടെയാണ്? അബ്സോർവിങ് സൺലൈറ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് എന്താ സൺലൈറ്റ് അബ്സോർവ് ചെയ്യുമ്പോ. ക്ലോറോഫിൽ എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിന് ഉള്ളിലാണ് ഉണ്ടാവുക. ക്ലോറോപ്ലാസ്റ്റിന് ഉള്ളിലാണ് ക്ലോറോഫിൽ ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യും? ക്ലോറോഫില്, നീ പറഞ്ഞ പോലെ ശരിയാണ്, ക്ലോറോഫിൽ എന്ത് ചെയ്യും? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും, എന്നിട്ട് ഫോട്ടോസിന്തസിസ് നടത്തും. പക്ഷെ ഈ ക്ലോറോഫിൽ ഏതിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക? ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ്. ഈ സ്ട്രക്ചർ കണ്ട? ഇതിന്റെ ഉള്ളിൽ കണ്ടില്ലേ? കോയിൻ പോലെ ഇതിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്. ആ കോയിനിന്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ ഉണ്ടാവുക. മനസ്സിലായോ? ഇതൊരു ക്ലോറോപ്ലാസ്റ്റിന്റെ ചിത്രമാണ്. ഇതൊരു ക്ലോറോപ്ലാസ്റ്റിന്റെ ചിത്രമാണ്. അതിൽ അടുക്കി വെച്ചിരിക്കുന്ന കോയിൻസ് ഉണ്ടല്ലോ, അടുക്കി ഇങ്ങനെ വെച്ചിട്ടില്ലേ, കോയിൻ പോലെ ഉണ്ടല്ലോ, ഓരോ കോയിൻസ് കണ്ട? ആ കോയിനിന്റെ ഉള്ളിലാണ്, ഓരോ കോയിനിന്റെ ഉള്ളിലും എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. ആ ക്ലോറോഫിലാണ് നീ പറഞ്ഞ പോലെ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. അതേപോലെ ചെടികൾക്ക് പച്ച നിറം നൽകുന്നതും ക്ലോറോഫിൽ ആണ്. അപ്പൊ എന്താ പച്ച നിറം നൽകുന്നത്? ചെടികൾക്ക് പച്ച നിറം നൽകാനുള്ള കാരണമായ പിഗ്മെന്റ് ഏതാണ്? ഫോട്ടോസിന്തസിസ്. അതല്ല, അതായത് ചെടികൾക്ക് പച്ച നിറം നൽകുന്ന പിഗ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ക്ലോറോഫിൽ എന്ന് പറയും. ക്ലോറോഫിൽ. ഈ ക്ലോറോഫില് ആണ് സഹായിക്കുന്നത്, ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത് ക്ലോറോഫിൽ ആണ്. പച്ച നിറം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ക്ലോറോഫിൽ ആണ് പറയുന്നത്. പച്ച നിറം നൽകുന്നത്, ചെടികൾക്ക് പച്ച നിറം നൽകുന്ന ഒരു പിഗ്മെന്റ് ആണ്. നമ്മൾ സാന്തോഫിൽ അതൊക്കെ പഠിച്ചില്ലേ? സാന്തോഫിൽ എന്ത് നിറം നൽകുന്നു പറഞ്ഞു? സാന്തോഫിൽ എന്ത് നിറവും നൽകുന്നു പറഞ്ഞത്? എന്ത് കളറാ കൊടുക്കുന്നു പറഞ്ഞത്? യെല്ലോ കളറാണ്. യെല്ലോ. അതെ, വെരി ഗുഡ്. യെല്ലോ ആണ് നൽകുന്ന പറഞ്ഞത്. അതുപോലെ ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ അവിടെ പച്ച നിറമാണ് ഉണ്ടാവുക. മനസ്സിലായോ? പച്ച നിറത്തിന് കാരണം ക്ലോറോഫിൽ ആണ്. അത് മനസ്സിലായില്ലേ? ക്ലോറോഫിൽ എവിടെയാണെന്ന് മനസ്സിലായില്ലേ? ക്ലോറോഫിൽ എവിടെയാ ഉണ്ടാവുക? ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫിൽ ഉണ്ടാവുക. ക്ലോറോഫിലിന്റെ സഹായത്തോടു കൂടിയാണ് ഫോട്ടോസിന്തസിസ് നടക്കുക. ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി നമ്മൾ പറഞ്ഞു ല്യൂക്കോപ്ലാസ്റ്റ്, മൂന്നാമത്തെയാണ്. നമ്മൾ ആദ്യം ക്രോമോപ്ലാസ്റ്റ് പഠിച്ചു. അതിലാണ് സാന്തോഫില്, അതുപോലെ ആന്തോസയാനിൻ, പിന്നെ കൂടി ഉണ്ടായിരുന്നല്ലോ കാരോട്ടിൻ. 3 ഉണ്ടായിരുന്നു ക്രോമോപ്ലാസ്റ്റില്. പിന്നെ നമ്മൾ പഠിച്ചത് ക്ലോറോപ്ലാസ്റ്റ്.
അത് നമ്മൾ പറഞ്ഞു. ക്ലോറോഫിൽ ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫിൽ ഉള്ളത്. അത് പച്ച നിറം നൽകും, അതുപോലെ ഫോട്ടോസിന്തസിസിന് സഹായിക്കും എന്ന് പറഞ്ഞു. ഇനി ല്യൂക്കോപ്ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിന് പ്രത്യേകിച്ച് കളർ ഒന്നുമില്ല. അതിന്റെ ജോലി എന്താണെന്നറിയോ? അതായത് ഫുഡ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ജോലി. ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ എന്താ ഉള്ളത്? പൊട്ടാറ്റോ. പൊട്ടാറ്റോ. അങ്ങനെ പൊട്ടാറ്റോ പോലുള്ള, അതായത് സ്വീറ്റ് പൊട്ടാറ്റോ, അതുപോലെ പൊട്ടാറ്റോ, ഇങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ അതിന്റെ ഉള്ളിൽ എന്താണ്? ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ പൊട്ടാറ്റോന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ആണ്. അതായത് അതിലുള്ളത് കാർബോഹൈഡ്രേറ്റുകളാണ്. അതായത് സ്റ്റാർച്ച് ആണ് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഭക്ഷണ പദാർത്ഥമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ല്യൂക്കോപ്ലാസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ക്രോമോപ്ലാസ്റ്റുകള് ഇപ്പോ ചെടികൾക്കും അതേപോലെ തന്നെ പഴങ്ങൾക്കും പച്ചക്കറികൾക്കൊക്കെ നിറം കൊടുക്കുന്നു. ഇപ്പോ ക്യാരറ്റിന് ഒരു യെല്ലോ ഓറഞ്ച് കൊടുത്തു, കാരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്. സാന്തോഫിൽ ആണെങ്കിൽ മഞ്ഞ നിറം കൊടുത്തു, പപ്പായ, അതുപോലെ മാംഗോ, അതിനൊക്കെ. അതുപോലെ ആന്തോസയൻ എന്ന് പറയുന്നത് പർപ്പിൾ നിറവും റെഡ് നിറവും ഒക്കെ കൊടുത്തു. ആപ്പിളിനും ഞാവൽപ്പഴത്തിനും ഒക്കെ ഒരു പർപ്പിൾ കളർ, ആപ്പിളിന് റെഡ് കളർ ഒക്കെ കൊടുത്തു. പിന്നെ നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റ് പച്ച നിറമാണ് ചെടികൾക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു. ഇനി ല്യൂക്കോപ്ലാസ്റ്റിന്റെ ജോലി എന്ന് പറഞ്ഞ് ഫുഡ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ പൊട്ടാറ്റോ പറയാം. പൊട്ടാറ്റോയിലൊക്കെയാണ് എന്ത് ചെയ്യുക? ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ല്യൂക്കോപ്ലാസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ്. പ്ലാസ്റ്റിഡ് എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡുകൾ പറഞ്ഞില്ലേ? ഏതൊക്കെയാണ്? ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. അതായത് ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്. 3 തരത്തിലാണ് പ്ലാസ്റ്റിഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ക്രോമോപ്ലാസ്റ്റ് പറഞ്ഞു, സാന്തോഫിൽ, കാരോട്ടിൻ, ആന്തോസയാനിൻ. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് പറഞ്ഞു, പച്ച നിറം നൽകുന്നു, ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു. ല്യൂക്കോപ്ലാസ്റ്റ് പറഞ്ഞു, ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു, അതിന് പ്രത്യേകിച്ച് അത് ഒരു നിറവും നൽകുന്നില്ല. ഇത്ര നേരം നമ്മൾ നിറം നൽകുന്നു, ഇപ്പൊ ക്ലോറോഫിൽ പറഞ്ഞു പച്ച നിറം നൽകുന്നു, ആന്തോസയാനിൻ മഞ്ഞ നിറം നൽകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ല്യൂക്കോപ്ലാസ്റ്റ് ഒരു നിറവും നൽകില്ല, അത് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും, അത്രേ ഉള്ളൂ. ഈ 3 മനസ്സിലായോ? പറയാൻ പറ്റുമോ? ക്രോമോപ്ലാസ്റ്റ് എത്ര തരം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ക്രോമോപ്ലാസ്റ്റിൽ സാന്തോഫിൽ, കാരോട്ടൈൻ, ആന്തോസയാനിൻ. 3 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിനക്ക് മനസ്സിലായി. ഇനി നമ്മള് പഴുത്ത മാങ്ങയും പച്ച മാങ്ങയും നമ്മൾ കഴിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസവും നമുക്ക് കാണാൻ പറ്റുക? ഒന്ന്, നിറത്തിൽ വ്യത്യാസമില്ലേ? പുളിണ്ടാവും. പച്ച മാങ്ങ പഴുത്ത മാങ്ങയോ? പഴുത്ത മാങ്ങ നല്ല മധുരം ഉണ്ടാവും. അതെ. അതായത് പഴുത്ത മാങ്ങ എന്ന് പറയുമ്പോൾ അതിന്റെ കളർ മാറൂലേ? അതൊരു മഞ്ഞ കളറിലേക്ക് മാറും. നല്ല മഞ്ഞ മാങ്ങ എന്ന് പറയുന്നത് കളർ ഗ്രീൻ ആയിരിക്കും. അപ്പൊ ഗ്രീൻ കളർ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? എന്ത് പിഗ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക? ക്ലോറോഫിൽ ആണ് അവിടെ ഉണ്ടാവുക. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് അതന്നെ, ക്ലോറോപ്ലാസ്റ്റിലുള്ള ക്ലോറോഫിൽ ആണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഒരു പച്ച നിറം. ഇനി അത് മാറി പഴുത്ത നല്ല മഞ്ഞ നിറമാകുമ്പോ എന്തായിരിക്കും? മഞ്ഞ നിറത്തിന് കാരണം എന്താണ് അവിടെ? അവിടെ സ്റ്റാർച്ച് കൺവേർട്ടർ ആയിട്ട് ഷുഗർ ആയി. അല്ല, അത് ഓക്കെ. അതല്ല, നിറത്തിന് കാരണം. മഞ്ഞ നിറം വരാൻ എന്ത് പിഗ്മെന്റ് ആണ് വേണ്ടത്? മഞ്ഞ നിറം നമ്മൾ പറഞ്ഞില്ലേ, മഞ്ഞ നിറം കൊടുക്കുന്നത് ഏതായിരുന്നു? ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റിൽ എന്തായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്? സാന്തോഫിൽ. സാന്തോഫിൽ. വെരി ഗുഡ്. സാന്തോഫിൽ ആയിരുന്നു. സാന്തോഫിലാണ് മഞ്ഞ നിറം നൽകുക. അപ്പൊ പച്ച മാങ്ങയില് ക്ലോറോപ്ലാസ്റ്റ് എന്തായിരുന്നു? ക്ലോറോപ്ലാസ്റ്റ് മാറി പഴുത്തപ്പ എന്തായി? ക്രോമോപ്ലാസ്റ്റ് ആയി മാറി. ഓക്കെ. അതുപോലെ ആദ്യം പച്ച മാങ്ങയിൽ സ്റ്റാർച്ച് ആണ് ഉണ്ടായിരുന്നത്, അത് മാറി ഷുഗർ ആയി മാറി. അതുകൊണ്ടാണ് നമുക്ക് മധുരമുള്ള, അതായത് പഴുത്ത മാങ്ങയപ്പോ മധുരം ഉണ്ട്, പച്ച മാങ്ങയിൽ മധുരം ഇല്ല. അത് കാരണം പച്ച മാങ്ങയിൽ സ്റ്റാർച്ച് ആണ്,
ആ സ്റ്റാർച്ച് മാറി ഷുഗറായി മാറിയപ്പോഴാണ് മധുരം വന്നത്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. അതായത് പഴുക്കുന്ന സമയത്ത് പിഗ്മെന്റ് മാറുന്നുണ്ട്. അതായത് ക്ലോറോപ്ലാസ്റ്റ് എന്തായിട്ട് മാറുന്നുണ്ട്, ക്രോമോപ്ലാസ്റ്റ് ആയി മാറുന്നുണ്ട്. പച്ചയായിരുന്ന സമയത്ത് ക്ലോറോഫിൽ ആണ് അതിൽ ഉണ്ടായിരുന്നത് എങ്കിൽ പഴുക്കുന്ന സമയത്ത് സാന്തോഫിലായി മാറി. അത്രേ ഉള്ളൂ. പിന്നെ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നിരിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ വാക്യൂളിനൊക്കെ എന്തുണ്ട്, മെംബ്രെയിൻ ഉണ്ട് എന്ന് പറയില്ലേ, ടോണോപ്ലാസ്റ്റ് പഠിച്ചില്ലേ? അതുപോലെ സെല്ലിന് ഒരു മെംബ്രെയിൻ ഉണ്ട് എന്ന് പറയില്ലേ, സെൽ മെംബ്രെയിൻ. അതുപോലെ എല്ലാത്തിനും മെംബ്രെയിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഗോൾഗി കോംപ്ലക്സിന് മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ പിന്നെന്തായിരുന്നു, മൈറ്റോകോൺട്രിയോൺ, അതിന് മെംബ്രെയിൻ ഉണ്ട്. എല്ലാത്തിനും മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് എല്ലാത്തിനും മെംബ്രെയിൻ കവർ ഉണ്ട്, എല്ലാത്തിനും മെംബ്രെയിനസ് കവറിങ് ഉണ്ട്. അപ്പൊ അത് എന്താണ്, മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിന് വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതായത് എല്ലാത്തിനും, എല്ലാ സെൽ ഓർഗനലിലും എന്തുണ്ട്, കവറിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് ഗോൾഗി കോംപ്ലക്സിന് ഒരു കവറിങ് ഉണ്ട്, മെംബ്രെയിൻ ഉണ്ട്. അതുപോലെ മൈറ്റോകോൺട്രിയന് ഒരു മെംബ്രെയിൻ ഉണ്ട്, സെല്ലിന് ഒരു മെംബ്രെയിൻ ഉണ്ട്, അതാണ് സെൽ മെംബ്രെയിൻ. ഇനിയിപ്പോ വാക്യൂളിന് ഒരു മെംബ്രെയിൻ ഉണ്ട്, ടോണോപ്ലാസ്റ്റ്. ന്യൂക്ലിയസിന്റെ മെംബ്രെയിൻ എന്താ പേര്? ന്യൂക്ലിയസിന്റെ മെംബ്രെയിനോ? ന്യൂക്ലിയർ മെംബ്രെയിൻ. വെരി ഗുഡ്, ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പൊ അങ്ങനെ എല്ലാത്തിനും മെംബ്രെയിൻ ഉണ്ട്, അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതിനു വേണ്ടി ഇട്ടൂന്ന് മാത്രം. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ പഠിച്ചൂലേ, നമ്മൾ പ്ലാൻ സെൽ അല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പൊ നമ്മൾ ഇതൊരു ഡിഫറൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. പ്ലാൻ സെല്ലും അത് അനിമൽ സെല്ലും, നമ്മളുടെയൊക്കെ ശരീരത്തിലുള്ള കോശവും, അതായത് സെല്ലും. പ്ലാൻ സെല്ലില് നമ്മൾ കണ്ടത് അതിലൊരു സെൽ വാൾ ഉണ്ട്, അതുപോലെ സെൽ മെംബ്രെയിൻ, പിന്നെ വാക്യൂൾ ഉണ്ട്, റൈബോസോം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം തന്നെ അനിമൽ സെല്ലിലും ഉണ്ടാവില്ല. ഇപ്പൊ പ്ലാൻ സെല്ലില് സെൽ വാളും വാക്യൂളും ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നതൊക്കെ പ്ലാൻ സെല്ലിൽ മാത്രം ഉണ്ടാവുള്ളൂ, അനിമൽസിൽ ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഈ പ്ലാസ്റ്റിഡുകൾ എന്ന് പറഞ്ഞില്ലേ നമ്മള്, പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞ ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ? അത് നമ്മൾ ഏതിൽ മാത്രം ഉണ്ടാവുള്ളൂ, പ്ലാന്റ് സെല്ലിൽ മാത്രം ഉണ്ടാവുള്ളൂ. ആനിമൽ സെല്ലില് ഇതൊന്നും ഉണ്ടാവില്ല. അവിടെ ലൈസോസോമും സെൻട്രോസോമും ആണ് ഉണ്ടാവുക. ലൈസോസോം എന്ന് പറയുന്നത് പ്രോട്ടീനെയും ലിപ്പിഡിനെയും ഒക്കെ ചെറിയ മോളിക്യൂളായിട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ്. അത് എനർജിക്ക് വേണ്ടിയിട്ട്, അതായത് സെല്ലിന്റെ ബാക്കിയുള്ള സെല്ലിനുള്ള പ്രവർത്തനത്തിനുള്ള എനർജിക്ക് വേണ്ടി അത് യൂസ് ചെയ്യുന്നു. അതേപോലെ ഇത് ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്, ഫോറിൻ പാർട്ടിക്കിളിനെയൊക്കെ ഡിസ്ട്രക്ട് ചെയ്യും. പിന്നുള്ളത് സെൻട്രോസോം ആണ്. അനിമൽ സെല്ലിൽ മാത്രം സെൻട്രോസോമും ലൈസോസോമും ഉണ്ടാവുള്ളൂ. സെൻട്രോസോം എന്ന് പറയുന്നത് സെൻട്രോസോമിലുള്ള സെൻട്രിയോൾസ് എന്ത് ചെയ്യും, സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ സെൻട്രോസോമും ലൈസോസോമും അനിമൽ സെല്ലിൽ മാത്രമേ ഉള്ളൂ. പ്ലാന്റ് സെല്ലില് സെൽവാള്, വാക്യൂള്, ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കോമൺ ആയിരിക്കും. ഓക്കെ, ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഈ ഒരു നോട്ട് മൊത്തമായിട്ട് വായിച്ചു നോക്കുക. ക്ലാസ്സസ് ഒക്കെ വീണ്ടും കാണുക, കണ്ടിട്ട് ഒന്നുകൂടി ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ വായിക്കുകയും ചെയ്യുക. നല്ലപോലെ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്, ഞാനത് ജസ്റ്റ് ഇതിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അത് നന്നായി പഠിച്ചതിന് ശേഷം ഇത് ചെയ്തു നോക്കുമ്പോൾ ഈ മൊത്തം ക്ലാസ്, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ.